ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം. 3 to 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മക്രോണിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. എഗ് മക്രോണിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം മക്രോണിയാണ്, 4 കോഴിമുട്ട, ഒരു വലിയ സബോള ചെറുതാക്കി അരിഞ്ഞു വെച്ചത്, 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചത്, കറിവേപ്പില, മല്ലിയില, ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി ഭാഗം, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് മക്രോണി വേവിച്ചെടുക്കാം. അതിനു വേണ്ടി സ്റ്റവ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളം വെക്കണം. ഇനി ആ വെള്ളം തിളക്കട്ടെ. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മക്രോണി 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് വെന്തോന്ന് നോക്കാം. മക്രോണി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അരിപ്പയിലേക്ക് കൊട്ടാം. അരിപ്പയിലേക്ക് കൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിന് മുകളിലായി കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് നന്നായി ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം, അതിന് പച്ചമണം മാറുന്നത് വരെ. പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സബോള അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. സബോള വാടി വരട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത്. സബോള വാടി വന്നിട്ടുണ്ട്. ഗോൾഡൻ കളറൊന്നും ആവണ്ട. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് മുളക് പൊടി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരട്ടെ. അതുവരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ പകുതി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊട്ടിച്ച് വെച്ച 4 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മുട്ട നല്ലപോലെ ചിക്കി എടുക്കാം. മുട്ട നന്നായി ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. മക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 സെക്കൻഡ് ഒന്ന് മസാല പിടിക്കട്ടെ. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. 2 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ആക്കാം. ഇതിന് മുകളിലായി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു വേറെ ബൗളിലേക്ക് മാറ്റാം. എഗ് മക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം. അപ്പം ഞങ്ങളുടെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.